കേവലം 5 മിനിറ്റ് കൊണ്ട് 10 തവണ പരിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്ത, അതായത് 10 വർഷക്കാലം നമ്മളൊക്കെ ചെയ്യേണ്ട ഇബാദത്ത് 5 മിനിറ്റ് കൊണ്ട് ലഭിക്കാൻ, പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി 10 തവണ ഓതി തീർത്ത പ്രതിഫലം ലഭിക്കാൻ ഈ ഒരു സൂറത്ത് ഒരൊറ്റ തവണ പാരായണം ചെയ്താൽ മതി. അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ഹൃദയം ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് മനസ്സിലാക്കാം. മഹാനായ റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗത്തെ കാക്കുന്ന മലക്കാണ്. സ്വർഗത്തെ കാക്കുന്ന മലക്ക് സ്വർഗത്തിൽ നിന്നും അത്ഭുതകരമായ ഒരു പാനീയവുമായി ഇറങ്ങി വരികയും ഈ സൂറത്ത് പതിവാക്കിയവന് മരണസമയത്ത് കുടിപ്പിക്കുകയും ചെയ്യുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. മഹത്തായ ആ വലിയ അനുഗ്രഹം ലഭിക്കാൻ ഈ സൂറത്ത് പതിവാക്കിയാൽ മതിയെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിരുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീഡിയോ പൂർണ്ണമായി കേൾക്കുക. ഒട്ടനവധി നേട്ടങ്ങളുള്ള, ആവശ്യ പൂർത്തീകരണത്തിനുള്ള മാർഗങ്ങൾ തുറന്നു തരുന്ന ഒരു വീഡിയോ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ, അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. പരിശുദ്ധവും പരിപാവനവുമായ ദിനരാത്രങ്ങളാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. വിലമതിക്കാനും ഉപയോഗപ്പെടുത്താനും ഒക്കെ അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ അറിവുകൾ പഠിക്കുകയും ജീവിതത്തിൽ അത് പതിവാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് ഒട്ടനവധി ആളുകൾ. പല ആളുകളും ഉസ്താദേ നിങ്ങൾ പറഞ്ഞു വന്ന ദുആ ചൊല്ലി നോക്കി, അല്ലെങ്കിൽ സൂറത്ത് ഓതി നോക്കി, ദിക്ർ ചൊല്ലി നോക്കി, അനുഭവം കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ് അതിന് ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിച്ചവർ പലരുമുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഉപകരിക്കുന്ന രൂപത്തിലുള്ള നാഫിയായ ഇൽമ് പറയാനും അത് നിങ്ങൾക്ക് കേൾക്കാനും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നും പതിവ് പോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു പരിശുദ്ധ ഖുർആനിന്റെ പുതുമണവാളനെ പറ്റി. പരിശുദ്ധ ഖുർആനിന്റെ പുതുമണവാളനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. വളരെ മഹത്വമുള്ള ഒരു സൂറത്ത്, പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ബൃഹത്തായ ഒരു സൂറത്താണ്. വലിയ അത്ഭുതങ്ങളുടെ കലവറകൾ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു കാണിച്ചു തരുന്ന ഒരു സൂറത്ത്. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി കൊണ്ടു നടക്കേണ്ട, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത മഹത്തായ ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. വെറുതെ അല്ല, ഈ സൂറത്തിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ നിന്നും ആ സൂറത്ത് എടുത്ത് മാറ്റി വെക്കൂല. ആ സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കൂല. ഞാൻ പറയാനുള്ള കാരണം, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേട്ട് തീരുമ്പോൾ മനസ്സിലാവും, ശരിയാണ് ഉസ്താദ് പറഞ്ഞത് കറക്റ്റാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഇതിനെ അത് പാഴാക്കൂല. കാരണം അത്രയേറെ മഹത്വങ്ങൾ, പോരിശകൾ മുഴുവനായിട്ട് എനിക്ക് ഇതിൽ പറയാൻ കഴിയില്ല. എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാൽ വലിയ നീളമുള്ള വീഡിയോ ആയിപ്പോ. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയത് മാത്രം, അതിൽ ബൃഹത്തായ ചില അടയാളങ്ങൾ അല്ലെങ്കിൽ ഫവായിദകൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയുന്നത്. അള്ളാഹു കേൾക്കാനും മനസ്സിലാക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. കാരണം ഒരാൾ ഇത് നമ്മൾ കാരണം കേൾക്കുകയും അവരുടെ ജീവിതത്തിൽ പതിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പാരായണം ചെയ്തതിന്റെ, ഓതിയതിന്റെ, ചെയ്തതിന്റെ ഒരു മിസ്ല സവാബ് നമുക്കും ലഭിക്കും. നമ്മൾ ചെയ്യുന്നതിന് പുറമെ അവർ ഓതിയതിന്റെ ഒരു കൂലി കൂടെ നമുക്ക് കിട്ടും. അള്ളാഹു അത്തരത്തിലുള്ള ഇബാദത്തുകൾക്ക് നമുക്ക് അവസരം നൽകുമാറാട്ടെ. നീട്ടി വലിച്ചു പറയുന്നില്ല, പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയം എന്ന് മുത്തുനബി തങ്ങൾ സൂചിപ്പിച്ച സൂറത്ത് യാസീൻ. യാസീൻ സൂറത്തിന്റെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് അറിയാം ഉസ്താദെ? ഇല്ല, നമുക്കറിയാത്ത ഒട്ടനവധി നേട്ടങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ഈ ചെറിയ സൂറത്തിനുണ്ട്. നമ്മൾ സ്ഥിരമായി പാരായണം ചെയ്യുന്നതിന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര്, സഹോദരിമാരൊക്കെ നിരന്തരം എല്ലാ ദിവസവും ഓതുന്ന സൂറത്തായിരിക്കാം. അള്ളാഹു ദിവസത്തിൽ ഒരിക്കലെങ്കിലും, ഒരു തവണയെങ്കിലും ഓതാൻ നമുക്ക് അവസരം നൽകുമാറാട്ടെ. എത്ര ഓതിയാലും പാഴായി പോകൂല. അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ വെച്ചിട്ടുള്ള സൂറത്താണ്. പകലിന്റെ തുടക്കത്തിൽ ഒരാൾ രാവിലെ എഴുന്നേറ്റു, തുടക്ക സമയത്ത് അവൻ സുബഹി നിസ്കാരം കഴിഞ്ഞു, ആ പായിൽ ഇരുന്നു കൊണ്ട്, ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട്, ഉമ്മമാരാകട്ടെ, സഹോദരിമാരാകട്ടെ, ഉപ്പമാരാകട്ടെ, അവർ പള്ളിയിലാണെങ്കിൽ അങ്ങനെ ഇരുന്നു കൊണ്ട് സൂറത്ത് യാസീൻ ഒന്ന് ഓതി ശീലമായി കഴിഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് ഓതി തീർക്കാൻ പറ്റും. എന്ന് കരുതി അടിച്ചു വിട്ട് നമ്മൾ യാസീനോ എന്നൊരു ശൈലിയുണ്ട്. എന്ത് യാസീൻ ഖുർആനിലക്കി മിന്നക്കലമിൻ മുസ്ലിം അവസാനം തുർജോവിൻ പറയും. അപ്പൊ അതിനിടയ്ക്കുള്ള ഒന്നും ചിലപ്പോൾ വ്യക്തമായി കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ സൂറത്ത് യാസീനൊക്കെ പാരായണം ചെയ്ത് ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ചൊന്നും ചെയ്യാം ഇതിനിടയിൽ തരാം. അപ്പോൾ വലിയ ഭവ്യതയോടുകൂടി ഒന്ന് റിലാക്സ് ആയിരുന്നുകൊണ്ട് സമാധാനത്തിൽ തർത്തിയിലായിട്ടൊന്ന് ഓതി എന്ത് ചെയ്യുക, സൂറത്ത് യാസീൻ ഒരാൾ ഓതി കഴിഞ്ഞാൽ ആ ദിവസം അള്ളാഹുവിന്റെ കാവലിലായിരിക്കും ആ മനുഷ്യനുണ്ടാകും. ആ ദിവസം ഒരിടങ്ങേറും അവന്റെ ജീവിതത്തിലേക്ക് വരില്ല. റബ്ബ് കാവലാക്കി. നമ്മൾ ഓരോ ദിവസവും തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതുമൊക്കെ എന്താണ് ഇന്ന് നടക്കുന്നത് എന്നറിയാതെയാണ്. രാവിലെ എഴുന്നേറ്റു, വൈകുന്നേരം വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. വൈകുന്നേരം വരെ എനിക്ക് എന്തൊക്കെയാണ് ഖൈറാത്തുകൾ വരുന്നത് എനിക്കറിയില്ല, എന്തൊക്കെ മുസീബത്തുകളാണ് വരുന്നത് എനിക്കറിയില്ല. എന്നാൽ പറയുകയാണ് ഇതൊക്കെ അള്ളാഹു കണക്കാക്കിയത് തന്നെയാണല്ലോ. അപ്പോ ഒരാൾ സൂറത്ത് യാസീൻ രാവിലെ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അവർക്ക് വൈകുന്നേരം വരെ, ആ ദിവസം മുഴുവൻ റബ്ബിന്റെ കാവലിലായിരിക്കും. അവർക്ക് ഇടങ്ങേറുകളോ ഒന്നും വരൂല.
ഇടങ്ങേറുകൾ ഒന്നും വരില്ല. യാസീന്റെ ശ്രേഷ്ഠതകൾ പറയുന്നത് ഏറ്റവും ചെറിയൊരു ശ്രേഷ്ഠത അതാ പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഇനി ഒരാൾക്കൊരു ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ഒരു ആഗ്രഹം, അയാൾ സൂറത്ത് യാസീൻ നിയത്താക്കിയിട്ട് ഓതി. യാസീൻ ഓതി എന്ത് ചെയ്ത് എൻ്റെ ഇന്ന ആഗ്രഹം പൂർത്തീകരിക്കണം. ഏതാവശ്യമാണോ അവൻ മുൻനിർത്തിയിട്ട് യാസീൻ സൂറത്ത് ഓതിയത്, അവന്റെ ആ ആവശ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കുന്നതാണ്. ലാ യുറദ് ഹാജത്ത്, അവന്റെ ഹാജത്തിന് അള്ളാഹു എന്ത് ചെയ്യില്ല, ആ ആവശ്യത്തെ അള്ളാഹു തട്ടിക്കളയില്ല. ആ ആവശ്യം അള്ളാഹു പരിഗണിക്കും. എത്രയോ ആവശ്യമുള്ളവരുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുണ്ട്. ഇതിന് പറ്റിയതാണോ ഉസ്താദെ, അതിന് പറ്റിയതാണോ, ഇന്നതിന് പറ്റിയതാണോ, അങ്ങനൊന്നുമില്ല. ഏതാവശ്യവും നബി തങ്ങൾ അതാണ് പഠിപ്പിച്ചത്. ഏതാവശ്യവും അവർക്ക് എന്ത് ചെയ്യാം, സൂറത്തു യാസീൻ ലിമാ ഖുരി അലഹു എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഓതിയത്, ആ ആവശ്യം നിറവേറ്റി കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്ത് യാസീനിൽ പാരായണം ചെയ്യുന്നതിന് ഒരുപാട് ശൈലികൾ മഹാന്മാർ പഠിപ്പിച്ചിരുന്നുണ്ട്. ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് ഒട്ടനവധി നേട്ടങ്ങളും ശൈലികളും മഹാന്മാർ പഠിപ്പിച്ചിരുന്നുണ്ട്. ജീവിതകാലത്ത് ഗുണം ചെയ്യുന്നതും മരണശേഷവും ഗുണം ചെയ്യുന്നതുമായ അത്യത്ഭുതകരമായ ഒരു സൂറത്താണ്. ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. സൂറത്തു യാസീൻ ഇനി എന്തെങ്കിലും അത്യാവശ്യമായ ഒരു കാര്യം പൂർത്തീകരണത്തിന് വേണ്ടി ഇപ്രകാരം ഓതാൻ മഹാന്മാർ പഠിപ്പിച്ചിരുന്നുണ്ട്. എങ്ങനെ? എന്തെങ്കിലും ഇപ്പോൾ ഒരു വിവാഹം നടക്കണം, അല്ലെങ്കിൽ ജോലി ശരിയാകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വിവാഹത്തിലെ തടസ്സങ്ങൾ നീങ്ങി കിട്ടണം, ജോലി തടസ്സങ്ങൾ നീങ്ങി കിട്ടണം, ബിസിനസ് വളർന്നു കിട്ടണം, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള വഴക്കുകൾ നീങ്ങി കിട്ടണം, ഇങ്ങനെ തുടങ്ങി എന്താവശ്യമാണോ ആ ആവശ്യം നിലനിർത്തി ഒരാൾക്ക് ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഓതുകയാണെങ്കിൽ ഇപ്രകാരം ഓതാൻ മഹാന്മാർ പഠിപ്പിച്ച ഒരു ശൈലി. സൂറത്ത് യാസീൻ തുടങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതി തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ നമുക്കറിയാം യാസീനിൽ 7 മുബീനുണ്ട് അല്ലേ? യാസീൻ 7 മുബീനുണ്ട്. അപ്പൊ ഈ മുബീൻ ആദ്യത്തെ മുബീൻ വരെ എന്ത് ചെയ്യുക, ഓതുക. ആദ്യം മുതൽ യാസീൻ മുതൽ ആദ്യത്തെ മുബീൻ വരെ ഓതി. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുക, തുടക്കം മുതൽ ഓതുക. യാസീൻ മുതൽ ഓതി രണ്ടാമത്തെ മുബീൻ വരെ എന്ത് ചെയ്യുക, ഓതുക. രണ്ടാമത്തെ മുബീൻ അതായത് 17ാമത്തെ ആയത്ത് വരെ ഓതുക. അങ്ങനെ അവിടെ നിർത്തിയതിനു ശേഷം വീണ്ടും ആദ്യം മുതൽ ഓതുക. 2 മുബീൻ ഓതി കഴിഞ്ഞിട്ട് വീണ്ടും ആദ്യം യാസീൻ മുതൽ ഓതിയിട്ട് 3ാമത്തെ മുബീൻ വരെ, ഏകദേശം 24ാമത്തെ ആയത്തിലാണ് 3ാമത്തെ മുബീൻ, ആ 24ാമത്തെ ആയത്ത് വരെ എന്ത് ചെയ്യുക, ഓതുക. അവിടെ നിർത്താം. എന്നിട്ടോ വീണ്ടും 1ാമത്തെ യാസീൻ മുതൽ തുടങ്ങിയതിനു ശേഷം 4ാമത്തെ മുബീനിൽ കൊണ്ട് നിർത്തുക. 47ാമത്തെ ആയത്ത്, ആ 47ാമത്തെ ആയത്തിൽ നിർത്തി വീണ്ടും ആദ്യം മുതൽ എന്ത് ചെയ്യാം, യാസീൻ മുതൽ ഓതി 5ാമത്തെ മുബീനിലേക്ക് എത്താം. 5ാമത്തെ മുബീനിൽ നിർത്തി 60ാമത്തെ ആയത്തെത്തി, 60ാമത്തെ ആയത്തിൽ നിർത്തി 5ാമത്തെ മുബീൻ. അതിനുശേഷം വീണ്ടും ആദ്യം മുതൽ ഓതി വീണ്ടും 6ാമത്തെ മുബീനിലേക്ക് കൊണ്ടു നിർത്താം. 6ാമത്തെ മുബീൻ ഏതാണ്? 69ാമത്തെ ആയത്ത്. അങ്ങനെ 69ാമത്തെ ആയത്തിൽ നിർത്തിയിട്ട് വീണ്ടും ആദ്യം മുതൽ ഓതുക. അങ്ങനെ 7ാമത്തെ മുബീനിൽ കൊണ്ടു നിർത്തുക. 77ാമത്തെ ആയത്തിൽ കൊണ്ടു നിർത്തി. ഇങ്ങനെ 7 മുബീനായി. ഇനിയോ വീണ്ടും ആദ്യം മുതൽ ഓതിയിട്ട് ആ യാസീൻ സൂറത്ത് പൂർത്തിയാക്കാം. യാസീൻ സൂറത്ത് അതായത് ഓരോ മുബീനിലും നിങ്ങൾ വഖഫ് ചെയ്ത് നിർത്തിയതിനു ശേഷം ആദ്യം മുതൽ ഓതി തൊട്ടടുത്ത മുബീനിൽ കൊണ്ടു നിർത്താം. വീണ്ടും ആദ്യത്തെ യാസീൻ മുതൽ ഓതി അതിന്റെ അടുത്ത മുബീനിൽ കൊണ്ടു നിർത്താം. എങ്ങനെ എന്ത് ചെയ്യാം, 7 മുബീൻ വരെ പൂർത്തിയാക്കി പിന്നെ അവസാനം ആദ്യം മുതൽ ഓതി ആ സൂറത്ത് യാസീൻ പൂർത്തിയാക്കാം. ഇങ്ങനെ ഓതി പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് സൂറത്തുൽ ഫാത്തിഹ, അതിനുശേഷം ഒരു ഫാത്തിഹ ഓതി അവന്റെ ആവശ്യം എന്താണോ അല്ലെങ്കിൽ അവളുടെ ആവശ്യം എന്താണോ റബ്ബിന്റെ മുമ്പിൽ പറയാം. അള്ളാഹുവേ എന്റെ കല്യാണം നടക്കണം, അള്ളാഹുവേ എനിക്ക് നല്ല ജോലി കിട്ടണം, ഞാൻ ഇന്റർവ്യൂ എഴുതിയിട്ടുണ്ട് അത് പാസ്സായി കിട്ടണം, അല്ലെങ്കിൽ എന്റെ വിവാഹങ്ങളിൽ വരുന്ന തടസ്സങ്ങൾ നീങ്ങി കിട്ടണം, എന്റെ ജോലിയിൽ വരുന്ന തടസ്സങ്ങൾ നീങ്ങി കിട്ടണം, എന്റെ കടബാധ്യതകൾ തീർന്നു കിട്ടണം, എന്റെ വീട് പണി എളുപ്പമായി കിട്ടണം, വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടണം. ഇങ്ങനെ തുടങ്ങി എന്താണോ ആവശ്യം, ഇന്നതൊന്നും ഞാൻ കുറച്ച് വായിൽ വന്നതിപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യുക, ഏതാണോ ആവശ്യം അത് പറഞ്ഞതിന് ശേഷം റബ്ബിന്റെ മുമ്പിൽ അള്ളാഹുവെ നീ പൂർത്തീകരിച്ച് നൽകണേ അള്ളാഹ്, നീ പൂർത്തീകരിച്ച് നൽകണേ അള്ളാഹ്, നീ ഏറ്റെടുക്കണേ അള്ളാഹ്. ഈ ദുആ നിങ്ങൾ മലയാളത്തിൽ ചെയ്താൽ മതി, അറബിയിലൊന്നും വെച്ച് കാച്ചണമെന്നില്ല. മലയാളത്തിൽ റബ്ബിനോട് ചോദിക്കുക, അള്ളാഹുവെ നീ എനിക്കിത് പൂർത്തീകരിച്ച് നൽകണേ അള്ളാഹ്. ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ദുആ ഇരുന്നു കഴിഞ്ഞാൽ ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചതായി കാണാം. ആവശ്യം സാധിച്ചു കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാട്ടെ. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ശൈലികൾ മഹാന്മാർ പഠിപ്പിച്ചിരുന്നുണ്ട്. മുറുകെ പിടിക്കാം. നമ്മൾ എപ്പോഴും ഓതുന്നതാണ് സൂറത്ത് യാസീൻ. നമുക്ക് ഓതാൻ ഒരു പ്രയാസമില്ലാത്ത സൂറത്താണ്, കാണാതെ അറിയുന്ന സൂറത്ത് അല്ലേ? ഓതി 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 കാണാതെ പഠിച്ചതാണ്. അപ്പൊ ഉമ്മമാർക്ക്, വീട്ടിലുള്ള സഹോദരന്മാർ, പഴയ ഉമ്മമാർക്കൊക്കെ അവർ മദ്രസയിൽ പോകാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിലും സൂറത്ത് യാസീനൊക്കെ ഉഷാറായിട്ട് ഓതും. തബാറക്ക് സൂറത്ത് ഉഷാറായിട്ട് ഓതും. ചിലപ്പോൾ റഹ്മാൻ സൂറത്ത് ഓതും, വാക്യ സൂറത്ത് ഓതും. അതൊക്കെ ഓതി ശീലിച്ചതാണ്. അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാട്ടെ. ഇങ്ങനെ നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ മഹാന്മാർ പഠിപ്പിച്ചെന്ന മഹത്വമായ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. അനസ് റളിയല്ലാഹു അൻഹു പറയാ, നബി തങ്ങൾ പഠിപ്പിച്ചതാണ് സൂറത്ത് യാസീൻ പരിശുദ്ധ ഖുർആന്റെ ഹൃദയമാണ്. പരിശുദ്ധ ഖുർആന്റെ ഹൃദയമാണ്, മുഖ്യമായ ഖാദലാണ് സൂറത്ത് യാസീൻ. ഒരാൾ ഒരു തവണ സൂറത്ത് യാസീൻ ഓതിയാൽ, ഒരൊറ്റ തവണ സൂറത്ത് യാസീൻ ഓതി,
അധികം ഒന്നും ഓതാൻ സമയം കിട്ടില്ല, ഒരു തവണ ഓതും. 10 തവണ പരിശുദ്ധ ഖുർആൻ മുഴുവനായി ഓതിയ കൂലി അവന്റെ അക്കൗണ്ടിലേക്ക് എഴുതും, അല്ലെ അവളുടെ അക്കൗണ്ടിലേക്ക് എഴുതും. നോക്ക് നിങ്ങൾ, ഒരൊറ്റ തവണ സൂറത്ത് യാസീൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നല്ല നിയ്യത്തോടു കൂടിയിട്ട് പാരായണം ചെയ്തു കഴിഞ്ഞാൽ 10 തവണ ഖത്മ് ചെയ്ത കൂലി അവന്റെ അക്കൗണ്ടിൽ എഴുതപ്പെടും. എത്ര തവണ? 10 തവണ. 10 തവണ ഖത്മ് തീർക്കണമെങ്കിൽ നമ്മളെ പോലെ സാധുക്കളെ സംബന്ധിച്ചിടത്തോളം 10 റമദാൻ വരണം, അല്ലേ? 10 വർഷം ആകണം, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ റമദാനിൽ കൂട്ടിവെച്ച ഖുർആന് ഒന്ന് ഖത്മ് തീർക്കാൻ എത്ര തവണ എടുത്തിട്ടുണ്ടെന്ന്. അടുത്ത റമദാൻ ആകാറായി, അല്ലേ? അങ്ങനെ നമുക്കൊരു ഖത്മ് തീർക്കാൻ നമ്മൾ ആലോചിക്കുന്ന എപ്പോഴാണ്? റമദാൻ ആകുമ്പോഴാണ്. അങ്ങനെ 10 ഖത്ം നമുക്ക് തീർക്കണമെങ്കിൽ 10 റമദാൻ എത്തണം, 10 വർഷം ആകണമെന്ന്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധുക്കളായ നമ്മളെ ബലഹീനരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 വർഷം കൊണ്ട് ചെയ്യുന്ന അമൽ നമുക്ക് ഒരൊറ്റ യാസീൻ കൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 5 മിനിറ്റ് കൊണ്ട് 10 ഖത്മുകൾ ഓതിയ കൂലി നമ്മളുടെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടാൻ ഈ ഒരൊറ്റ സൂറത്ത് മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തോ നേട്ടമാണ്, എത്ര നേട്ടമാണ് ഇതിന് പറയുന്നത്. അതുപോലെ തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, എൻ്റെ ഉമ്മത്തുകൾ, എൻ്റെ സമുദായം, അവരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സൂറത്ത് യാസീൻ ഉണ്ടാകല്ല ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ യാസീൻ സൂറത്ത് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അതായത് യാസീൻ നമ്മൾ കാണാതെ പഠിക്കലിനെ അത്രയേറെ മുത്തുനബി തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്. കാണാതെ പഠിക്കാൻ അവസരം കിട്ടുന്നവരാണെങ്കിൽ കാണാതെ പഠിക്കുക, വളരെ എളുപ്പമാണ്. നമ്മൾ സ്ഥിരമായി ഓതിയാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് കാണാതെ പഠിച്ചു. അതിനായിട്ട് മെനക്കെട്ട് കുത്തിയിരിക്കൊന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? സ്ഥിരമായി പതിവാക്കി ഓതിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോലും അറിയാതെ അത് കാണാതെ പഠിച്ചു. ഞാനിവിടെ 2ാം ക്ലാസ് എടുക്കുന്ന സമയത്ത് ചെറിയ മക്കൾക്ക് ക്ലാസ് എടുക്കാൻ വലിയ രസമാണ്. 1ാം ക്ലാസ് 2ാം ക്ലാസ്സും ഒക്കെ നമ്മുടെ മക്കള് അവര് എന്ത് ചെയ്യാ, ഞാൻ സൂറത്തുൽ നബ അവരെ കൊണ്ട് ഓതി, നോക്കി ഓതേണ്ട സൂറത്താണ്, നടന്നൊരു വാക്യത്തായോണ്ട് പറയാണ്. സൂറത്തുൽ നബ അമ്മ യതസഅലൂന അനിൻ നബഇൽ അദീം. ഞാൻ അവരോട് കാണാൻ പഠിക്കാണെന്നും പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്യും, എല്ലാ ദിവസവും വരുമ്പോൾ ആദ്യം അവരെ കൊണ്ട് ആ സൂറത്ത് ഓദിക്കും, നോക്കി ഓദിക്കും. അങ്ങനെ നോക്കി ഓദിച്ചു കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഖുർആൻ മടക്കി വെക്കും, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓതി തുടങ്ങാൻ പറഞ്ഞു. അവർ ഓതി തുടങ്ങി അമ്മയത്തെ സാരും അവർ പോലും അറിയാതെ സൂറത്ത് മുഴുവനായിട്ട് അവർ കാണാതെ ഓതി. എല്ലാവരോടും ഒരുമിച്ച് ഒന്നിച്ച് കറക്റ്റായിട്ട് തജ്വീദ് അനുസരിച്ച് എന്ത് ചെയ്തു ഓതി. ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഞാൻ അവരോട് കാണാൻ പഠിക്കാൻ പറഞ്ഞില്ല, കാണാൻ പഠിക്കാൻ പറഞ്ഞു. പക്ഷെ അവരെന്ത് ചെയ്തു, ഓതി 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 അത് ശീലമായപ്പോൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക, ഓതിയതിൻ്റെ ആ ഒരു ആ ഒഴുക്കിൽ അവർ കാണാതെ മുഴുവനായിട്ട് ഓതി. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ സ്ഥിരമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓതാൻ പറ്റും, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കാണാതെ പഠിച്ചു പോകും. അപ്പൊ അങ്ങനെ ഒരാളുടെ ഹൃദയത്തിൽ അത് ഉണ്ടാകലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്ത് യാസീൻ വലിയ പവറുള്ളതാണ്. സൂറത്ത് യാസീൻ ഓതുന്ന ഒരാൾ, അയാൾ മരണപ്പെടുന്ന സമയം, നമുക്കറിയാം മരണപ്പെടുന്ന സമയം വലിയ ബേജാറിന്റെ സമയം, വലിയ അടങ്ങിയേർ പിടിച്ചൊരു സമയമാണ് മരണപ്പെടുന്ന സമയം, അല്ലേ? ഇന്നലിൽ മൗത്തി സക്കറാത്തിന് വിധങ്ങൾ പഠിപ്പിച്ചാണ്. ഈ മരണപ്പെടുന്ന സമയത്ത് ഒരാൾ സൂറത്ത് യാസീൻ പതിവാക്കിയവനാണ് എങ്കിൽ, എല്ലാ ദിവസവും പതിവാക്കിയ ഒരാളാണ്, ഉമ്മമാരാകട്ടെ സഹോദരിമാരാകട്ടെ മുടങ്ങാതെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ, എല്ലാ ദിവസവും പതിവാക്കുന്നവരാണെങ്കിൽ ഈ മരണസമയത്ത് റൂഹ് പിടിക്കാൻ മലക്കുകൾ വരും. ഈ മലക്കുകൾ വരുമ്പോൾ അവരുടെ കൂടെ മഹാനായ റിദ്വാൻ അലൈഹിസ്സലാം, സ്വർഗത്തിന്റെ മലക്കാകുന്ന കാവൽക്കാരനാകുന്ന റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ അടുക്കലേക്ക് വരികയും അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള പാനീയം അത് ആ വ്യക്തിയെ കുടിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ആ വ്യക്തിയെ കുടിപ്പിക്കാതെ ആ മലക്കുകൾ റൂഹ് പിടിക്കൂല. നോക്കൂ നിങ്ങൾ, റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് സ്വർഗത്തിൽ നിന്നുള്ള ഒരു പാനീയം ആ വ്യക്തിയെ കുടിപ്പിക്കും. ഇമാം ബൈദാവി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത യാസീൻ വിശദീകരിക്കുന്നിടത്ത് അവിടുന്ന് തഫ്സീറിൽ വിശദീകരിച്ചതായി കാണാം. അത് കുടിപ്പിക്കും. എന്നാൽ അതിന്റെ ഗുണം എന്താണെന്നറിയോ, മരണസമയത്തുള്ള ദാഹം ആ മനുഷ്യന് പിന്നുണ്ടാവൂല. മരണസമയത്ത് വലിയ ദാഹം ഉണ്ടാവും. വലിയ ദാഹം എന്ന് വെച്ചാൽ കടൽ പറ്റിച്ചാലും തീരാത്തത്ര ദാഹം എന്ന് മഹാന്മാർ വിശേഷിപ്പിക്കാറുണ്ട്. അത്രയേറെ ദാഹം ഉണ്ടാകുന്ന ആ സമയത്തും ഈ മനുഷ്യന് ദാഹം ഉണ്ടാവൂല. സൂറത്ത് യാസീൻ പതിവാക്കുന്നവൻ ഈ വെള്ളം കുടിക്കാൻ, പാനീയം കുടിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയോ അതിനുശേഷം ഖബറിലേക്ക് കൊണ്ടുവച്ചു, അവിടെയും ഈ മനുഷ്യൻ ദാഹം ഉണ്ടാവൂല, അവിടെയും ദാഹം ഉണ്ടാവൂല. മഹ്ശറിലേക്ക് ചെന്നു, അവിടെയും ദാഹം ഉണ്ടാവൂല. നന്മതിന്മകൾ തൂക്കുന്ന സ്ഥലത്ത്, സിറാത്തിൽ, മീസാനിൽ ഒരു സ്ഥലത്തും ആ മനുഷ്യന് ദാഹം ഉണ്ടാവുകയില്ല. സ്വർഗത്തിൽ ദാഹമില്ലാതെ അവന് കടക്കാൻ കഴിയും, അവൾക്ക് കടക്കാൻ കഴിയും. അപ്പൊ സ്വർഗത്തിലെ ഭക്ഷണം പാനീയങ്ങളൊന്നും കുടിക്കേണ്ട ഉസ്താദ് എന്ന് ചോദിക്കണ്ട. അവിടെ കുടിക്കുന്നത് രക്തത്തിന് ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്, ദാഹം തീർക്കാനല്ല. സ്വർഗ ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും ഒക്കെ ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ലഹരി കിട്ടാനാണ്, അല്ലാതെ എന്തിനല്ല, ദാഹം തീർക്കാനോ വിശപ്പടക്കാനോ അല്ല. അതുകൊണ്ട് തന്നെ ദാഹം ശമിച്ചവനായിട്ട് സ്വർഗത്തിലെത്താൻ ഒരു മനുഷ്യന് സാധിക്കും. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ പതിവാക്കിയാൽ മതി. എല്ലാ രാത്രിയിലും ഓതാം. അമ്പിയാക്കളുടെ ഹൗദുകൾ അവിടെ ആവശ്യം വരില്ല.
ഹൗദുൽ കൗസർ കുടിക്കാൻ അവസരം കിട്ടുന്ന ആളുകൾക്ക് പിന്നീട് ദാഹം ഉണ്ടാവില്ല. ആ എൽമ ഉബഅദഹു അബദ, പിന്നെ ഒരിക്കലും ദാഹം ഉണ്ടാവൂല എന്നാണ്. പക്ഷെ ആ ഹൗദുൽ കൗസറിലേക്ക് പോലും ഒരു മനുഷ്യന് ആവശ്യം വരൂല എന്നാണ്. അത് കുടിക്കണ്ട എന്നല്ല കേട്ടോ, ഏറ്റവും ശുദ്ധമായ ഏറ്റവും ബറക്കത്തുള്ള അള്ളാഹു മുത്തുനബി തങ്ങൾക്ക് കനിഞ്ഞരുളിയ ബറക്കത്താണ് ഹൗദുൽ കൗസർ. അത് കുടിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങൾക്ക് അതിന് നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. പക്ഷെ അതിലേക്കും ആവശ്യം വരികയില്ല എന്നാണ് പറഞ്ഞത്. അവന് ദാഹം ഉണ്ടാവൂല. കത്തിയാൾ മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത് ഒരിറ്റ ദാഹം അവൻ അനുഭവപ്പെടൂല. യാസീൻ പതിവാക്കിയാൽ മതി. ഇനി മരണാസന്നമായ സമയത്ത്, മരണം ആസന്നമായ അടുക്കൽ നിന്നിട്ട് എന്ത് ചെയ്താ യാസീൻ ഇങ്ങനെ ഓതുക. ഒരാളിങ്ങനെ യാസീൻ ഓതി, ആൾ മരിക്കാൻ കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുന്ന ആൾക്ക് സക്കറാത്തുൽ മൗത്തിന്റെ വേദന അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കും, കുറച്ചു കൊടുക്കും. മണ്ടസ്വാമാർ പഠിപ്പിച്ചു തന്നിട്ടില്ലേ, മരണപ്പെടുന്ന ആളുടെ അടുക്കൽ 3 തവണ യാസീൻ ഓതി കഴിഞ്ഞാൽ 3ാമത്തെ തവണ ഓതി തീരുന്നതിന് മുമ്പായിട്ട് അയാൾ മരണപ്പെടുമെന്ന്. ഇടങ്ങേറാവൂല, ദുനിയാവിൽ കിടന്ന് ഇടങ്ങേറാവേണ്ടി വരില്ല. അപ്പൊ ഇങ്ങനെ യാസീൻ ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞു. ഇനി ഒരു മക്ബറയിൽ, ഒരു ഖബർസ്ഥാനിൽ, എൻ്റെ ഉപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ മക്ബറയിലേക്ക് പോയി. ആ സ്ഥലത്ത് ഒരുപാട് ആളുകൾ, എൻ്റെ വല്യുപ്പമാരുണ്ട്, വല്യുമ്മമാരുണ്ട്, എൻ്റെ സഹോദരങ്ങളുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അനുജന്മാരുണ്ട്, അങ്ങനെ പല ആളുകളും ഉണ്ട് ആ മക്ബറയിൽ. ഞാൻ അവിടെ നിന്നുകൊണ്ട് എൻ്റെ ഉപ്പാന്റെ പേരിൽ ഒരു യാസീൻ ഓതി. എന്നാൽ മനസ്സിലാക്കണം, ആ ഖബറിലുള്ള ഖബറാളികൾക്ക് മുഴുവൻ, മക്ബറയിലുള്ള ഖബറാളികൾക്ക് മുഴുവൻ അള്ളാഹു ആ ദിവസം ശിക്ഷയെ ലഘൂകരിച്ചു കൊടുക്കുമെന്ന് ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ശിക്ഷ ഒഴിവാക്കി കൊടുക്കും. ആ ദിവസം ശിക്ഷ ഉണ്ടാവില്ല. ഈ ഖബറാളിക്കോ 40 ദിവസത്തെ ശിക്ഷ അള്ളാഹു ഒഴിവാക്കി. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഓതിയത്? ആ വ്യക്തിക്ക് 40 വർഷത്തെ ശിക്ഷയെ അള്ളാഹു കൊണ്ട് മാറ്റി കൊടുക്കും. എത്ര പാപം ചെയ്തവനാണെങ്കിലും ശരി, വേണ്ട, 40 ദിവസത്തേക്ക് ഈ ഖബറിൽ നിന്ന് ശിക്ഷയുടെ മലക്കുകൾ വരാൻ പാടില്ല. ഓർഡർ. എല്ലാ ദിവസവും ഒരു മകൻ നമുക്ക് വേണ്ടി ദുആ ഇറക്കാൻ യാസീൻ ഓതാൻ നമ്മുടെ ഖബറിലേക്ക് വന്നാൽ, ഇനി ഖബറിലേക്ക് എത്താൻ പറ്റിയില്ല, ആ മകൻ എവിടെ നിന്നാട്ടാണേലും ആ വാപ്പാക്ക് വേണ്ടി ഓതിയാൽ, ആ വാപ്പ കിടക്കുന്ന ഖബർ, അതിന്റെ പരിസരത്തുള്ള ഖബറാളികൾ, അവർക്കൊക്കെ ശിക്ഷ ലഘൂകരിച്ച് കിട്ടാൻ അത് കാരണമായി തീരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാട്ടെ. മൺമറഞ്ഞു പോയവരുടെ അർവാഹിലേക്ക് നമ്മൾ ഓതുന്ന ഈ യാസീനിന്റെ മിസ്ൽ സവാബിനെ അള്ളാഹു ചേർത്ത് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ യാസീൻ സൂറത്ത് നാളെ മഹ്ശർ ശുപാർശകനായി എത്തിച്ചേരുന്നതാണ്. ശുപാർശ ചെയ്യാനായിട്ട് എത്തിച്ചേരും. നമ്മൾ ആരോരുമില്ല നെട്ടോട്ടം ഓടുന്ന ഒരു സമയം വരും. നഫ്സി 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 എന്ന് വിളിച്ചുകൊണ്ട്, എൻ്റെ ശരീരമേ എന്ന് വിളിച്ചുകൊണ്ട് നെട്ടോട്ടം ഓടുന്ന സമയത്ത് നമുക്ക് ശുപാർശ ചെയ്യാൻ, നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ നമ്മൾ ഓതിയ സൂറത്ത് യാസീൻ അവിടെ എത്തുന്നതാണ് എന്ന്. നമ്മൾ യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മരണപ്പെടുന്നത് എങ്കിൽ, നമ്മൾ യാസീൻ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുക പാരായണം ചെയ്യുന്നതിനിടയിലാണ് മരണപ്പെടുന്നത് എങ്കിൽ, 10ഓളം വരുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പാപമോചനം തേടാൻ അവിടെ ഇറങ്ങി വരും. അള്ളാഹു, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അള്ളാഹ്, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന്. സ്ഥിരമായി നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയിലായിരിക്കുമ്പോൾ മരണപ്പെടാൻ അവസരം കിട്ടും. സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെടാൻ അവസരം ലഭിക്കും. എല്ലാ മേഖലയിലും അങ്ങനെയാണ് അധികവും. അള്ളാഹു നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതാണ് ഈ നിസ്കാരം അധികമായി ഗൗനിക്കുന്ന ആളുകൾ, അവർ സുജൂദിൽ കിടന്ന് മരണപ്പെടും. ഖുർആൻ അധികമായി പാരായണം ചെയ്യുന്നവർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെടാൻ അവസരം കിട്ടും. ഇങ്ങനെ ഒട്ടനവധി ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടവരാണോ അവർക്കത് ദിക്ർ ഒരുപാട് ചൊല്ലുന്നവരാണെങ്കിൽ ദിക്ർ ചൊല്ലി മരിക്കാൻ കഴിയും. തഹ്ലീലൊക്കെ ഒരുപാട് ചെല്ലണമെന്ന് പറയുന്നത് എന്താ കാരണം? തഹ്ലീൽ ചൊല്ലി മരിക്കാൻ കഴിയും. ശംസുൽ ഉലമായുടെ ചരിത്രം പറയുന്നത് കാണാം. അവിടുന്ന് വഫാത്താവുന്ന സമയത്ത് യാസീൻ ഓതി പൂർത്തിയാക്കി ബാങ്ക് കേൾക്കുന്നതോടെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. യാസീൻ ഓതി തീർന്ന ഉടനെ ബാങ്ക് കൊടുത്തു. ആ സമയത്ത് അവിടുന്ന് വഫാത്താകുകയുണ്ടായി. ഇങ്ങനെ സൂറത്ത് യാസീൻ ഓതുന്ന സമയത്താണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ 10ഓളം വരുന്ന മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി പാപമോചനം തേടും. അതോടൊപ്പം തന്നെ ഈ മനുഷ്യനെ മയ്യത്ത് കുളിപ്പിക്കാനും അയാളുടെ ജനാസ സംസ്കരണത്തിനും നിസ്കാരത്തിനുമൊക്കെ മലക്കുകളും നേതൃത്വം വഹിക്കും. അവരും അതിന് പങ്കാളികളാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ നിലനിർത്താൻ നമുക്ക് അവസരം നൽകുമാറാട്ടെ. ഇത് തീർന്നിട്ടില്ല, ഒട്ടനവധി നേട്ടങ്ങൾ സൂറത്ത് യാസീന് പറയുന്നുണ്ട്. ചുരുങ്ങിയത് മാത്രം ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. നമ്മൾ ഈ ഓതുന്ന സൂറത്ത് ചില്ലറക്കാരനല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പരിചയപ്പെടുത്തിയതാണ്. അള്ളാഹുവെ ജീവിതത്തിൽ പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ അവസരം നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അപാകതകളൊക്കെ നീ മാപ്പ് ചെയ്തു തരണം റഹ്മാനെ. സാധുക്കളായ ഞങ്ങൾ പാപികളാണ്, പാവങ്ങളാണ് റബ്ബേ, നിന്റെ അടിമകളാണ്. നീ ഞങ്ങൾക്ക് വന്നുപോയ പാപങ്ങളൊക്കെ പുറത്ത് ഞങ്ങളെ ഖൽബ് നന്നാക്കി ഖുർആനുമായ ഭേദ്യമായ ഒരു ബന്ധം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരല്പം നമുക്ക് സൂറത്ത് യാസീൻ ഓതാം. ഒരൊറ്റ മുബീൻ ഓതി തരാൻ ഇൻഷാ അല്ലാഹ്. ബാക്കിയുള്ളത് നമ്മൾ അതുപോലെ തർത്തീലായിട്ട് ഓതി ശീലിക്കുക, തജ്വീദിനനുസരിച്ചൊക്കെ ഓതാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങളുടെ ഖിറാഅത്തുകളൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ കിട്ടും. നമ്മൾ ഏതെങ്കിലും ഒരു നല്ല ഖിറാഅത്ത്, നമുക്ക് ഓതാൻ എളുപ്പമുള്ളൊരു ശൈലി ഓതി നോക്കിയിട്ട് അത് കേട്ട് ഇങ്ങനെ ഓതി പഠിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ശൈലി ഇങ്ങനെ പഠിച്ചു പോകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. بسم الله الرحمن الرحيم ياسين
والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين صدق الله العظيم അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിരന്തരമായി പാരായണം ചെയ്യാൻ ഒരുപാട് ഓതാനൊക്കെ അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിലനിർത്താനുള്ള അവസരം നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ മറ്റൊരു ദിക്ർ ദുആയൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.